പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് എണ്ണവില ഉയരുന്നു. യുദ്ധം വ്യാപകമായാൽ എണ്ണവില നിയന്ത്രണാതീതമാകുമെന്ന് വിദഗ്ധർ. ക്രൂഡ് ഓയിൽ വില ബാരലിന് $74 മുകളിലായി. ഇസ്രയേലിനു നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. ഇവിടുത്തെ സംഘർഷം വ്യാപകമായി യുദ്ധമായി മാറുകയും പ്രധാന ഉൽപാദന മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന ഭയത്തെ തുടർന്നാണ് എണ്ണവില ഉയർന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ രൂക്ഷമായ സംഘർഷമുണ്ടായിട്ടും എണ്ണവിലയെ കാര്യമായി ബാധിച്ചിട്ടില്ല. എന്നിരുന്നാലും രാജ്യത്തിനു നേരെ ഇറാൻ വിക്ഷേപിച്ച 181 ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതോടെ എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബെഞ്ച് മാർക്ക് ബ്രന്റ് ക്രൂഡ് ഒരു മാസത്തിലേറെയായി ബാരലിന് $70 അടുത്തു നിൽക്കുന്നു. സെപ്റ്റംബർ 10 $69 താഴ്ന്നിരുന്നു. ഇത് 3 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ഒക്ടോബർ 7 മുതലാണ് മാറ്റം. അറ്റസ്റ്റേഷൻ സേവനം നൽകുന്ന IVS ഗ്ലോബലിന്റെ ഓഫീസാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. ഊദ് മേത്തയിലെ അൽനാസർ സെൻട്രലിൽ ഓഫീസ് നമ്പർ 104, 302 എന്നിവിടങ്ങളിലാണ് സേവനം ലഭിക്കുക. അൽനാസർ ക്ലബിന് സമീപമാണ് പുതിയ ഓഫീസ്. ദിവസേന ശരാശരി 250 അറ്റസ്റ്റേഷൻ നടക്കും. കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ സാധിക്കാത്ത രോഗികൾ, വയോധികർ എന്നിവർക്ക് വീട്ടിലെത്തി സേവനം നൽകുന്ന ഹോം സർവീസുമുണ്ട്. അറ്റസ്റ്റേഷൻ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനാൽ ഈ മാസം 5 സേവനം ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ഏജൻസികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് AI സാങ്കേതിക വിദ്യ. പുതിയ നീക്കവുമായി കുവൈറ്റ് സർക്കാർ. സർക്കാർ ഏജൻസികളിലെ ഡിപ്പാർട്ട്മെന്റ് മാനേജർമാർ, സൂപ്പർവൈസേഴ്സ്, ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് പരിശീലനം നൽകും. AI സാങ്കേതിക വിദ്യ സംബന്ധിച്ച പരിശീലനം നൽകുന്നത് സിവിൽ സർവീസ് കമ്മീഷനാണ്. AIയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജീവനക്കാരെ ബോധവൽക്കരിക്കാനാണ് പരിശീലനം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ അവസാനം മുതലാണ് പരിശീലനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം ശക്തമാക്കി ഇറാൻ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയ്ക്കു പുറമെ US അടക്കമുള്ള രാജ്യങ്ങളും പൗരന്മാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത നിർദ്ദേശം ലഭിക്കുന്നതുവരെ സുരക്ഷിത സ്ഥാനത്ത് തുടരാനാണ് പൗരന്മാരോട് US ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ടെൽ അവീവിൽ ആക്രമണം നടന്നതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഇസ്രയേലിൽ മിസൈൽ ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നുവെന്ന US മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. സൈന്യം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സ്വയം പ്രതിരോധത്തിന് എല്ലാ സഹായവും US പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് ശക്തമായ വളർച്ച. ആഗോള പ്രോപ്പർട്ടി കൺസൾട്ടൻസി നൈറ്റ് ഫ്രാങ്ക് വാർഷിക റിപ്പോർട്ടിലാണ് പരാമർശം. 2030 26,832 പുതിയ ഹോട്ടൽ മുറികൾ കൂടി പൂർത്തിയാകും. ഈ വർഷം ഹോട്ടൽ മുറികളുടെ എണ്ണത്തിൽ 12.7% വർധനയുണ്ടാകും. നിലവിൽ 2,38,412 ഹോട്ടൽ മുറികളാണ് UAEയിലുള്ളത്. 2030 4 കോടി വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനുള്ള സർക്കാർ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഉണർവ് കൊണ്ട് സാധിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പുതിയ ഹോട്ടൽ മുറികളിൽ 2/3 ഭാഗവും ദുബായിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 UAEയുടെ GDPയുടെ 11.7% ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നാണ്. മുൻവർഷങ്ങളെക്കാൾ 26% വളർച്ച രേഖപ്പെടുത്തിയത്. അടുത്ത 10 വർഷത്തിനകം $12,300 കോടി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 9 പ്രധാന തൊഴിലുകളിൽ മുൻപന്തിയിലാണ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളെന്നും നൈറ്റ് ഫ്രാങ്ക് ഗവേഷണ മേധാവി ഫൈസൽ ദുറാനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.